തെളിയും വിളക്കായി നിറയുന്ന നന്മയാൽ സുരഭില ഗ്രാമരംഗം. റേഡിയോ ഗ്രാമരംഗം. നിരുപമ റേഡിയോ ഗ്രാമരംഗം. റേഡിയോ ഗ്രാമരംഗം. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം. റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. എഴുത്തുകാരനും പ്രക്ഷേപകനുമായ ഹരികുമാർ വാലത്താണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ബാല്യം വിട്ടിട്ടില്ലാത്തൊരു പ്രായം. ചിങ്ങോലി എന്ന ഗ്രാമദേശത്ത് നിന്ന് ആലപ്പുഴ എന്ന കേൾവികേട്ട വാണിജ്യ പട്ടണത്തിലേക്ക് 1967, അതായത് ഇന്നേക്കൊരു 59 വർഷങ്ങൾക്ക് മുമ്പ് ചേക്കേറിയ അനുഭവങ്ങളാണ് എനിക്കുള്ളത്. അച്ഛൻ്റെ ഔദ്യോഗിക നിർവഹണങ്ങൾക്കായി നഗരത്തിൽ താമസമാക്കേണ്ട അനിവാര്യതയിൽ പറിച്ചു നടപ്പെട്ട ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. അച്ഛൻ സഹകരണ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായി വിരമിച്ച ആളാണ്. 4ാം ക്ലാസ് വരെ പഠിച്ചത് ഗ്രാമവിദ്യാലയമാണ്. തികച്ചും ഗ്രാമീണ പശ്ചാത്തലം. വിഷയങ്ങളും പാഠഭാഗങ്ങളുമായി അഭ്യസിപ്പിച്ച ആ വിദ്യാർത്ഥി കാലഘട്ടം, അതായത് അധ്യാപകരുടെ വേഷങ്ങൾ പോലും വളരെ ഗ്രാമ്യമായ ചിട്ടകളാണ്. മുണ്ടും നേരിയതും അണിഞ്ഞ അധ്യാപകരാണ്. ജുബയും മുണ്ടും ധരിക്കുന്ന സാറുമാർ. എല്ലാവരെയും ഭേദമില്ലാതെ കുട്ടികൾ സംബോധന ചെയ്യുന്ന സാറെന്നുള്ള പ്രയോഗത്തിലാണ്. ചെല്ലമ്മ സാറും ഭാരതിയമ്മ സാറും രാഘവൻ നായർ സാറും കേശവൻകുട്ടി സാറും എല്ലാം വർഗ വ്യതിയാനങ്ങൾക്ക് അതീതമായി ആൺപെൺ ഭേദം ബാധകമല്ലാത്തവരാണ്. ഞാൻ ഓർക്കുകയാണ്, ഗ്രാമദേശത്തെ ചെമ്മൺ പാത മാത്രം കണ്ടു വളർന്ന ഒരു ബാലൻ കറുത്ത ടാർ പൂശിയ വീതിയേറിയ റോഡുകൾ കണ്ടപ്പോൾ വലിയ കൗതുകമായി മാറി. ഇരുനില കെട്ടിടങ്ങളും അവയെ വേറിട്ട് നിർത്തുന്ന മതിലുകളും പ്രഥമ കാഴ്ചകളായിരുന്നു അന്ന്. വലിയൊരു കൗതുകം ആളു വലിക്കുന്ന രക്ഷകളാണ്. ചിത്രങ്ങളിൽ മാത്രമേ ആ രക്ഷ കണ്ടിട്ടുള്ളൂ. അത് നേരിൽ വന്നപ്പോൾ കൗതുകപൂർവ്വം നോക്കി നിന്നു. അച്ഛനോട് പറഞ്ഞു, ഈ രക്ഷയിൽ നമ്മളെയൊക്കെ കയറ്റുമോ? അപ്പോൾ അച്ഛൻ അറിയാവുന്ന ഒരാളാണ് അതിൽ യാത്ര ചെയ്യുന്നത്. ആയുർവേദ ആചാര്യനായ വൈദ്യൻ പരമേശ്വരൻ പിള്ള. അദ്ദേഹം അച്ഛൻ്റെ കുടുംബ സുഹൃത്താണ്. എൻ്റെ അമ്മയുടെ അമ്മയെ ചികിത്സിക്കാനായിട്ട് വരുന്നതാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രക്ഷ വീടിൻ്റെ വാതിക്കൽ നിർത്തി അതിൽ നിന്നിറങ്ങി അദ്ദേഹം വീട്ടിലേക്ക് കയറിയപ്പോൾ രക്ഷാക്കാരനോട് അച്ഛൻ വഴി ഒരു ശുപാർശ നടത്തി. ഏതാനും വാരകൾ ഈ ആള് വലിക്കുന്ന രക്ഷയിലൊന്ന് കടന്നാൽ കൊള്ളാം. അങ്ങനെ ആ ആള് വലിക്കുന്ന രക്ഷയിൽ കയറി ഏതാനും വാരകൾ കടന്ന ആ ഓർമ്മ സീമാതീതമായ ഒരു അനുഭൂതിയാണ് എൻ്റെ ബാല്യകാലത്ത് എനിക്ക് തന്നത്. നഗരമെന്ന് കേൾക്കുമ്പോൾ പാടെ മാറിയും മറിഞ്ഞുള്ളൊരു സങ്കല്പമാണ് ഗ്രാമവാസികൾക്കുള്ളത്. പക്ഷെ അതെല്ലാം തെറ്റിച്ചായിരുന്നു ആലപ്പുഴ പട്ടണം എനിക്ക് തന്നത്. അങ്ങാടികളാണ് ആലപ്പുഴ പട്ടണത്തെ ഗ്രാമവുമായി ബന്ധപ്പെടുത്തി നിലനിർത്തിയിരുന്നത്. ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഗ്രാമങ്ങളിലെ വഴികൾ, ജലപഥങ്ങളാണ് ആലപ്പുഴ പട്ടണത്തിലേക്ക്, ആലപ്പുഴ അങ്ങാടിയിലേക്ക് നിലനിന്നിരുന്നത്. അവയെപ്പറ്റി പറയുമ്പോൾ അതിനേക്കാൾ മുമ്പ് നമുക്ക് പറയേണ്ടത് ഗതകാല ആലപ്പുഴയെ പറ്റിയാണ്. കിഴക്കിൻ്റെ വെനീസ് എന്ന ഖ്യാതി നേടിയ ആലപ്പുഴ നഗരം, അഥവാ ആസൂത്രിത പട്ടണമെന്ന് രൂപം നൽകിയ ആലപ്പുഴ നഗരം രൂപം കൊണ്ടത് 1762 തിരുവിതാംകൂർ ഭരണകാലം. കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ കാലമാണ് അത്. ധർമ്മരാജ എന്ന അപരാഭിധാനത്താൽ വാഴ്ത്തപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭനായ ദിവാനായിരുന്നു രാജാ കേശവദാസൻ. പഴയ ഓടനാട് ദേശത്തിൻ്റെയും കരപ്പുറം നാട്ടുരാജ്യത്തിൻ്റെയും ചരിത്ര വിവരങ്ങൾ ഇക്കാലങ്ങളിൽ അധ്യാപകരിൽ നിന്ന് ഒട്ടൊക്കെ അറിഞ്ഞും കേട്ടറിഞ്ഞും മറ്റു പലരിൽ നിന്ന് പറഞ്ഞറിഞ്ഞുമൊക്കെ ആലപ്പുഴയെപ്പറ്റി അല്പസ്വല്പം അറിയാൻ ആ ധാരണകളൊക്കെ കിട്ടിത്തുടങ്ങിയൊരു ബാല്യമാണ് എൻ്റേത്. 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ ഇന്നത്തേതിൽ നിന്നും വളരെ ഭിന്നമായ സാമൂഹ്യ ക്രമങ്ങളും കീഴ്വഴക്കങ്ങളും നിലനിന്നിരുന്നു എന്ന് തന്നെ പറയാം. ആലപ്പുഴയുടെ പ്രതാപകാലത്തിൻ്റെ അവസാന നാളുകളായിരുന്നു എൻ്റെ നഗരപ്രവേശത്തിൻ്റെ തുടക്കകാലം. 1970 ആരംഭം വരെ സജീവമായിരുന്ന തുറമുഖം തന്നെ സീമാതീതമായ കൗതുകമാണ് ഞങ്ങൾക്കൊക്കെ അന്ന് കുട്ടിക്കാലത്ത് പകർന്നു കിട്ടിയത്. ചിങ്ങോലിയിൽ നിന്ന് ഞങ്ങൾ വന്ന് താമസമാക്കിയത് ഏയൻപുരം അഥവാ അനന്തനാരായണപുരം എന്ന ഒരു ക്ഷേത്ര ഗ്രാമത്തിലാണ്. മഹാവിഷ്ണുവിൻ്റെ 4ാമത് അവതാരമായ നരസിംഹമൂർത്തിയുടെ ദേവാലയം നിലകൊള്ളുന്ന പ്രദേശമാണിത്. ഞാൻ അപ്പർ പ്രൈമറി തലം വരെ പഠനത്തിനായി പ്രവേശിക്കപ്പെട്ടതും തിരുമല ദേവസ്വം ഹൈസ്കൂളിലാണ്.
ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്. നാളതുവരെ മലയാളം മാത്രം സംസാരിക്കുന്ന അധ്യാപകരുടെ പഠന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇംഗ്ലീഷിലെ ക്ലാസുകൾ തുടക്കത്തിൽ അല്പം അന്ധാളിപ്പിച്ചു. ആലപ്പുഴ പട്ടണത്തെപ്പറ്റി പറയുമ്പോഴും തുറമുഖത്തിനാണ് ഏറ്റവും പ്രാധാന്യം നമുക്ക് കൽപ്പിച്ചു പോരുന്നത്. രാജഭരണകാലത്ത് കേരളത്തിലെ തന്നെ ആദ്യമായി രൂപകൽപ്പന ചെയ്ത തുറമുഖ പട്ടണമായിരുന്നു ആലപ്പുഴ. കയറ്റുമതി കാര്യക്ഷമമാക്കുവാൻ ബഹുമുഖ മേഖലകളിലെ വണിക ചാതുര്യമുള്ളവരെ ആലപ്പുഴയിലേക്ക് ക്ഷണിക്കുകയും ആകർഷകമായ ആതിഥ്യം അവർക്ക് ലഭ്യമാക്കുകയും ചെയ്തത് തിരുവിതാംകൂർ ഭരണകേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ്. ഗുജറാത്തികൾ, മറാത്തി, കന്നഡ, തമിഴ്, കൊങ്കണി ഭാഷകൾ സംസാരിക്കുന്നവരും ബുദ്ധ, ജൈന, ഇസ്ലാം, ക്രിസ്തീയ വിശ്വാസികളുമായ ഒരു വലിയ നിര അവിടെ ഉണ്ടായിരുന്നു. കച്ചവട ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുകയും വാസമുറപ്പിക്കുകയും ചെയ്തവരുടെ ഒരു വലിയ പാരമ്പര്യം ആലപ്പുഴ നഗരത്തിനുണ്ട്. ഡച്ചുകാർ, പാഴ്സികൾ, ഇംഗ്ലീഷ് സംസ്കാരമുള്ള ആംഗ്ലോ ഇന്ത്യൻസ്, ഇതിനകം തന്നെ വിദേശ വ്യാപാരികളുടെ പ്രതിനിധികളായി തുറമുഖ നഗരത്തിൽ അവരൊക്കെ സ്ഥാപനങ്ങൾ ആരംഭിച്ചിരുന്നു. ആലപ്പുഴ നഗരത്തിലെ 2 കനാലുകളാണ്, 2 നിർമ്മിത കനാലുകളാണ്. ഒന്ന് വാണിജ്യ കനാലും ഒന്ന് വാടക്കനാലും. വാടക്കനാൽ എന്ന് പറഞ്ഞാൽ അതിർത്തി പ്രദേശം, വാടൈ എന്ന് പറഞ്ഞാൽ അതിർത്തി. തമിഴിന്റെ അധിനിവേശം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് രൂപം കൊണ്ട ഒരു പട്ടണം കൂടിയാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ ഉത്തരേന്ത്യയിൽ നിന്നെത്തിയ കച്ച് മേമന്മാർ, ഹലായിമാർ, ബനിയാന്മാർ, പാഴ്സികൾ, അങ്ങനെ ബഹുസ്വരതയുടെ ജീവിതക്രമങ്ങൾ ആലപ്പുഴയുടെ കാഴ്ചകളായി മാറിയിരുന്നു. ആലപ്പുഴയിലെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയിരുന്നു. തമിഴ് ഭാഷ സംസാരിക്കുന്ന ബ്രാഹ്മണർ, വെള്ളാളർ, അയ്യങ്കാർമാർ, തെലുങ്ക് സംസാരിക്കുന്ന റെഡ്ഡിയാന്മാർ, പാവാടക്കാർ എന്ന് വിളിക്കുന്ന ആംഗ്ലോ ഇന്ത്യൻ വനിതകൾ, യൂറോപ്യൻ ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ, തങ്ങളുടെ മാതൃഭാഷയായ ഇംഗ്ലീഷും ഡച്ചും സംസാരിച്ച് പൊതുനിരത്തിലൂടെ നടക്കുന്ന നാനാത്വത്തിന്റെ ഏകതയായി ആലപ്പുഴയെ മാറ്റിയിരുന്ന എത്രയോ ആൾക്കാരുടെ ഒരു സംഗമസ്ഥലമായിരുന്നു പഴയകാല ആലപ്പുഴ. വേഷധാരണത്തിലും വാസഗൃഹങ്ങളുടെ വൈവിധ്യത്തിലും ആഹാരക്രമങ്ങളുടെ പ്രത്യേകതകളിലുമൊക്കെ ആലപ്പുഴ വളരെയേറെ കൗതുകങ്ങൾ പകർന്നിരുന്നു. ആശയവിനിമയങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രയോഗത്തിൽ സംസാര ഭാഷയിൽ പോലും അവർ വിട്ടുവീഴ്ച നടത്തിയില്ല. ഈ പരദേശികളായ ആൾക്കാരൊക്കെ തന്നെ അവരുടെ ഭാഷ തന്നെയാണ് അതാത് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഗുജറാത്തികൾ അവരുടേതായ ഗുജറാത്തി, മറാത്തി വിഭാഗങ്ങളിലുള്ളവർ മറാത്തി ഭാഷ, കൊങ്കണ വിഭാഗത്തിലുള്ളവർ കൊങ്കണി ഭാഷ, ബ്രാഹ്മണ വിഭാഗത്തിലുള്ളവർ തമിഴ് ഭാഷ, റെഡ്ഡിയാന്മാർ തെലുങ്ക് ഭാഷ, ഇങ്ങനെ പല ഭാഷാപ്രയോഗങ്ങൾ ഈ നഗരത്തിന്റെ പല ഭാഗത്തൂടെ ഒരു കാലഘട്ടത്തിൽ നടക്കുമ്പോൾ സഞ്ചാരികളായി വരുന്നവർക്ക്, സന്ദർശകരായി വരുന്നവർക്ക് കേൾക്കാമായിരുന്നു. പരദേശികളായ ജനങ്ങൾ തങ്ങളുടെ സ്വാതന്ത്ര്യം എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗപ്പെടുത്തുമ്പോൾ ആരും തന്നെ ഒരു വിഭാഗീയതയോ അവരെ പക്ഷം തിരിഞ്ഞ് മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്യാത്ത ഒരു ബഹുസ്വരതയുടെ പട്ടണമായിരുന്നു ആലപ്പുഴ. ജൗളി വ്യവസായത്തിൽ മാതൃകയായി മാറിയ വീരയ്യ റെഡ്ഡിയാരും അദ്ദേഹം ആരംഭിച്ച വസ്ത്രശാലകളും, അതുപോലെ തന്നെ റെഡിമെയ്ഡ് സ്വർണ്ണാഭരണങ്ങൾ യഥാസമയം തത്സമയത്ത് കച്ചവടം കിട്ടാൻ ആരംഭിച്ച ഭീമാഭട്ടരുടെ സ്വർണ്ണക്കടയും, അതുപോലെ തന്നെ രുചിഭേദങ്ങളുടെ ആഹാരശാലകൾ നടത്താൻ വന്ന തമിഴ് ബ്രാഹ്മണരുടെയും തുളു പോറ്റുമാരുടെയും ഹോട്ടലുകളുമൊക്കെ പഴയകാല ആലപ്പുഴയുടെ കൗതുകങ്ങളിൽപ്പെട്ടിരുന്നു. 100 കണക്കിന് തൊഴിലാളികൾ എല്ലാ നേരവും വൈവിധ്യമാർന്ന ആഹാര ലഭ്യതയ്ക്കായി വാണിജ്യ കനാലിന്റെ തീരങ്ങളിൽ ഭക്ഷണശാലകൾ തുറന്ന റാവുത്തർമാർ, സേട്ടുമാർ, ക്രിസ്ത്യൻ വിഭാഗക്കാർ എല്ലാവരും രുചിഭേദങ്ങൾ വിളമ്പുമ്പോഴും ആലപ്പുഴ പട്ടണത്തിൽ ആഹാര സുഭിക്ഷത ഏത് സമയത്തും ഉറപ്പായിരുന്നു. ഞാനിതൊക്കെ പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലമായ ഒരു 1967-73 കാലഘട്ടം വരെ ആലപ്പുഴയെ ഒരു ബാലൻ എന്നുള്ള രീതിയിൽ നടന്നു കണ്ട കൗതുകങ്ങളാണ് എനിക്ക് ഏറെയുള്ളത്. ആലപ്പുഴ പട്ടണത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു വലിയ തണ്ണീർത്തടമാണ്. ഈ ഓണാട്ടുകരയുടെയും കുട്ടനാടിന്റെയും ഭാഗങ്ങളിലുള്ള എല്ലാ ഗ്രാമ ജലപഥങ്ങളും ആലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് ആലപ്പുഴയിൽ അതാത് സ്ഥലങ്ങളിലുള്ള ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകുവാൻ വേണ്ടിയാണ്. കിഴക്ക് കൂത്താട്ടുകുളത്തു നിന്നും തലയോലപ്പറമ്പിൽ നിന്നുമൊക്കെ മീനച്ചിലാറ് വഴി ആലപ്പുഴ വേമ്പനാട്ടുകായലിലേക്ക് വന്ന് ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളാത്തുരുത്തിയാറിന്റെ ഒരു കൈവഴിയായി വരുന്ന ഭാഗത്ത് വന്ന് നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മണിമലയാറ് വഴി കോഴഞ്ചേരി ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ ഓണാട്ടുകരയുടെ കിഴക്കൻ മേഖലകളായ തിരുവല്ല, ചെങ്ങന്നൂർ ഭാഗത്തു നിന്നുമൊക്കെ കെട്ടുവള്ളങ്ങളിൽ ഉൽപ്പന്നങ്ങൾ ആലപ്പുഴയിലേക്ക് എത്തിക്കുമായിരുന്നു. പമ്പയാറും അച്ചൻകോവിലാറും ഈ ഓണാട്ടുകരയുടെ തെക്കൻ ഭാഗങ്ങളായ കാർത്തികപ്പള്ളി, മുതുകുളം, ഹരിപ്പാട്, അതുപോലെ തന്നെ മാവേലിക്കര തുടങ്ങിയ ഭാഗങ്ങളിലെ ഉൽപ്പന്നങ്ങൾ ആലപ്പുഴയിലേക്ക് എത്തിക്കുന്നൊരു കാലമുണ്ടായിരുന്നു. ആലപ്പുഴ വിപണി കണ്ടെത്തിയത് ആലപ്പുഴയുടെ പേരിൽ അറിയപ്പെടുന്ന ധാരാളം ഭൂപ്രദേശ സൂചിക പദവി നേടിയ ഉൽപ്പന്നങ്ങളായിരുന്നു അന്ന് വിറ്റുപോയിക്കൊണ്ടിരുന്നത്. ആലപ്പുഴയിൽ ഒരു തരി ഏലം പോലും കൃഷി ചെയ്യാത്ത കാലത്താണ് ആലപ്പി ഗ്രീൻ ബോൾഡ് എന്നുള്ള ഏലം വിശ്വഖ്യാതി നേടിയത്. അതുപോലെ തന്നെ ആലപ്പി പെപ്പർ, ആലപ്പി ജിഞ്ചർ, ആലപ്പി ടർമറിക്
ഇങ്ങനെയൊക്കെയുള്ള പേര് വന്ന് ഇവയൊന്നും ആലപ്പുഴയിൽ അങ്ങനെ കൃഷി ചെയ്തിരുന്നില്ല. പക്ഷേ ആലപ്പുഴ ഗ്രാമസമന്വയത്തിന്റെ ഒരു പട്ടണമായിരുന്നു. ഗ്രാമങ്ങൾ കൈകോർത്തുയർത്തിയെടുത്ത ഒരു പട്ടണം എന്ന് വേണമെങ്കിൽ പറയാം. ബക്കിംഗ്ഹാം പാലസിലെ ബട്ട്ലർമാർ ഉപയോഗിച്ചിരുന്നത് ആലപ്പി മാർക്കറ്റ് സ്പൈസസ് ആയിരുന്നു അവിടെ പാചകത്തിന്. എന്ന് പറയുമ്പോൾ ആലപ്പുഴയുടെ അന്നത്തെ പ്രസക്തി, ഖ്യാതി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആലപ്പുഴ തുറമുഖം ഈ ബഹുസ്വരതയുടെ വ്യാപാരികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ തുറമുഖ തട്ടായിരുന്നു, ഒരു വിൽപ്പന തട്ടായി മാറിയിരുന്നു. ആലപ്പുഴ തീരപ്രദേശത്തിന്റെ പ്രത്യേകത തിരമാലകൾ വളരെ ശാന്തമായി നിലകൊള്ളുന്ന ഒരു പ്രദേശം. ഉൾക്കടലിൽ അല്പം അല്ലെങ്കിൽ പുറംകടലിൽ അല്പം അകലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പായ്ക്കപ്പലുകൾ, പിൽക്കാലത്ത് അവ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് സഞ്ചരിപ്പിക്കുന്നതായെങ്കിലും ഈ കപ്പലുകളൊക്കെ വന്ന് അവിടെ നങ്കൂരമിട്ട് കഴിഞ്ഞാൽ തീരത്തേക്ക് വലിയ ചിലങ്കകൾ എന്ന പേരിലുള്ള പത്തേമാരികൾ, ഈ പത്തേമാരികളിലാണ് ഇറക്കുമതിയും കയറ്റുമതിയും സാധ്യമാക്കിക്കൊണ്ടിരുന്നത്. ഇവയെ കരയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കടലിലേക്ക് ഏതാണ്ട് 300 മീറ്ററോളം തള്ളി നിൽക്കുന്ന വലിയ കടൽപ്പാലം, ഈ പാലത്തിലൂടെയാണ് ട്രോളികളിൽ, റെയിൽപാളങ്ങൾ പോലെ പാതകൾ ഒരുക്കി തലങ്ങും വിലങ്ങും ട്രോളികളിലാണ് ഈ ഉൽപ്പന്നങ്ങൾ കരയിലേക്കും ചിലങ്കകളിലേക്കും എത്തിച്ചുകൊണ്ടിരുന്നത്. 3 വലിയ ക്രെയിനുകൾ ഈ കടൽപ്പാലത്തിന്റെ അഗ്രഭാഗത്തായി ക്രമീകരിച്ചിരുന്നു. ഈ പാലത്തിന്റെ അഗ്രഭാഗത്ത് കുട്ടിക്കാലത്ത് പോയി കാപ്പു കുടിച്ച ചില ഓർമ്മകൾ എനിക്കുണ്ട്. മമ്മായിക്കാന്റെ ചായക്കട എന്ന പേരിൽ ഒരു കട തന്നെ ഈ കടൽപ്പാലത്തിന്റെ അഗ്രഭാഗത്തായി ക്രമീകരിച്ചിരുന്നു. ക്രെയിനുകളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി കഴിയുന്ന തൊഴിലാളികൾക്ക് വിശക്കുമ്പോൾ അവർക്ക് ചെറിയ ക്ഷീണം അകറ്റുവാൻ വേണ്ടി ഈ കട സജീവമായി അവിടെ പ്രവർത്തിച്ചിരുന്നു. നിശ്ചിത ഇടവേളകളിൽ സഞ്ചാരികളെ കടൽപ്പാലത്തിൽ കയറുവാൻ അനുവദിക്കുമായിരുന്നു. കേവലം ബാലനായ ഒരു കുട്ടി അച്ഛന്റെ കയ്യിൽ തൂങ്ങി ഈ കടൽപ്പാലത്തിന്റെ അഗ്രത്തിൽ നിന്ന് കടൽ തിരമാലകളുടെ ഹുങ്കാര ശബ്ദത്തോടുകൂടി ഈ പത്തേമാരികളിൽ വന്ന് തട്ടുന്നതും പടുകൂറ്റൻ പത്തേമാരികൾ ഉലയുന്നതുമൊക്കെ വലിയ കൗതുകത്തോടെ അല്പം ഭയത്തോടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മധുരം കിനിയുന്ന ഹലുവയും അതുപോലെ തന്നെ ഏത്തയ്ക്കാപ്പവും അന്നത്തെ കാലത്ത് ഒട്ടും സുലഭമല്ലാത്ത റസ്കുമൊക്കെ ഈ കടൽപ്പാലത്തിൽ ലഭ്യമായിരുന്നു എന്നുള്ളത് ഇന്ന് കൗതുകമാണ്. ചുക്കുകാപ്പിയാണ് അന്നത്തെ കാലത്ത് പ്രധാന ഒരു പാനീയമായി ഈ മമ്മായിക്കാന്റെ ചായക്കടയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ അന്നത്തെ ഗതകാല ആലപ്പുഴയിലെ ഭക്ഷണ കൗതുകങ്ങളിൽ പെടുമായിരുന്നു. തീരത്തോട്ട് വരുവാണെങ്കിൽ സേട്ടുമാർ നടത്തുന്ന ഗുജറാത്തി പലഹാരക്കടകളായിരുന്നു കടൽപ്പുറത്ത് ധാരാളമായി ഉണ്ടായിരുന്നത്. അതിവിശാലമായ പഞ്ചാര മണലാണ് ആലപ്പുഴ കടപ്പുറത്തിനുള്ളത്. അതുപോലെ ഓരോ വിഭാഗക്കാരുടെ ആരാധനയ്ക്കായി സ്ഥാപിച്ച ക്ഷേത്രങ്ങളും മോസ്കുകളും ദേവാലയങ്ങളും മതസൗഹാർദ്ദതയുടെ നേർക്കാഴ്ചകളായി ഈ പട്ടണത്തെ അലങ്കരിച്ചിരുന്നു. ജൈന വിശ്വാസികളുടെ തീർത്ഥങ്കര ക്ഷേത്രവും ഗുജറാത്തികളുടെ ശ്രീറാം മന്ദിരും തമിഴ് വിശ്വാസികളുടെ അമ്മൻ കോവിലുകളും കച്ച് വിഭാഗക്കാർ നിർമ്മിച്ച നുറാനി മസ്ജിദും ഗൌഡ സാരസ്വതരുടെ തിരുമല ക്ഷേത്രങ്ങളുമെല്ലാം ഈ നാനാത്വത്തിന്റെ ഏകത്വ ആരാധന എന്ന ഒരു ദേശഖ്യാതി ആലപ്പുഴയ്ക്ക് നൽകിയിരുന്നു. നൂറ്റാണ്ടുകളിലൂടെ ബഹുമുഖ സംസ്കാരങ്ങൾ പാലിച്ച ജനത ഇവിടെ അനുവർത്തിച്ച ജീവിതചര്യകളുടെ ശേഷിപ്പുകൾ ഇന്നും അങ്ങിങ്ങ് കാണാനാവും. കൗസജി നവറോജി എന്ന വ്യവസായിയുടെ നേതൃത്വത്തിലെത്തിയ പാഴ്സി സമുദായം ആരാധനാലയങ്ങൾക്ക് സമീപം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായി തുറന്നുവെക്കുന്ന രീതി അവലംബിക്കുന്ന കാലമായിരുന്നു. കഴുകന്മാർ കൊത്തിവലിച്ച് ശേഷിപ്പിക്കുന്ന അസ്ഥികൂടങ്ങൾ നിക്ഷേപിക്കുവാൻ വട്ടപ്പള്ളി ഭാഗത്ത് ഒരു വലിയ കിണറുണ്ടായിരുന്നു. ആ സംസ്കാര കിണർ എന്ന വിളിപ്പേരിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ കല്ല് കെട്ടിപ്പണിത ആ കിണർ നിലകൊണ്ടിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ വസ്ത്രങ്ങൾ അലക്കി തേച്ചു നൽകുന്നതിന് പാഴ്സികൾ നടത്തിയ ഒരു അലക്ക് കമ്പനി ഗുജറാത്തി സ്ട്രീറ്റിന്റെ ആരംഭത്തിൽ പ്രവർത്തിച്ചു പോന്നു. കരിങ്കല്ലിൽ കുത്തിയ അലക്ക് കമ്പനി എന്ന അടയാളം ഇന്നും കുറ്റിക്കാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞു കാണാൻ കഴിയും. അങ്ങനെ പഴമയുടെ തിരിശേഷിപ്പുകൾ ഇപ്പോഴും പല ഭാഗത്തായി കാണാൻ കഴിയും. സനാതനധർമ്മ വിദ്യാശാല കേന്ദ്രത്തിന്റെ ചുവരിൽ തിരുവിതാംകൂർ രാജമുദ്രയായ ശംഖ് പതിച്ചത് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രചുര പ്രചാരം നൽകാൻ 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫാദർ നോർട്ടൺ എന്ന വൈദികൻ ആരംഭം കുറിച്ച CSI ഇംഗ്ലീഷ് സ്കൂൾ ഇന്നും വിദ്യാർത്ഥികൾക്ക് അക്ഷരവട്ടം പകർന്ന് സജീവതയിലാണ്. ബ്രിട്ടീഷ് അധികാരികളുടെ ശവകുടീരങ്ങൾക്കിടയിൽ ചരിത്ര ശ്രദ്ധ നേടി നിലകൊള്ളുന്നത് അന്ത്യനിദ്ര കൊള്ളുന്ന ജനറൽ കല്ലന്റെ സ്മൃതി ശില്പമാണ്. ഇവയൊക്കെ പറയുമ്പോൾ ആലപ്പുഴയിലെ വാണിജ്യ ഉത്സവമായ മുല്ലക്കൽ ചെറപ്പിനെ പറയാതിരിക്കാൻ കഴിയില്ല. മുല്ലക്കൽ ക്ഷേത്രം വനദുർഗാ ക്ഷേത്രമാണ്. ബഹുസ്വരതയുടെ ആരാധനാ കേന്ദ്രമാണ്. മുല്ലക്കൽ തെരുവിലെ നാനാജാതി മതസ്ഥർക്കും ആരാധിക്കുവാൻ അനുവാദം ലഭിക്കുന്ന ക്ഷേത്രം തന്നെയാണിത്. മുല്ലക്കലേക്ക് എത്താത്ത ഉൽപ്പന്നങ്ങളില്ല. ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ വിത്തുനടിയൽ വസ്തുക്കൾ, തികച്ചും ഗ്രാമ്യമായ പറ, തവി, മത്ത്, കൽച്ചട്ടികൾ, കലങ്ങൾ, നെയ്ത്ത് ഉൽപ്പന്നങ്ങൾ, പായ്, പനമ്പ്
തോർത്ത് അതുപോലെയൊക്കെയുള്ള പലതരത്തിലുള്ള കൈത്തറി മുണ്ടുകൾ ഇവയൊക്കെ മുല്ലക്കൽ ചെറുപ്പിനെത്തുമായിരുന്നു. അതുപോലെ തന്നെ നാഗരികതയുടെ പരിവേഷമായി മാറിയ ആധുനിക ഉൽപ്പന്നങ്ങളും ധാരാളമായി വരുമായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കരിമ്പും അതുപോലെ തന്നെ ഈന്തപ്പഴം പോലെയുള്ള പഴവർഗ്ഗങ്ങളുമൊക്കെ ആലപ്പുഴക്കാർ കാണാൻ കഴിയുന്നത് ഈ മുല്ലക്കൽ ചെറുപ്പ് കാലഘട്ടങ്ങളിലാണ്. മുല്ലക്കലേക്ക് എല്ലാ ഗ്രാമവഴികളും ഉച്ചയ്ക്ക് ശേഷം ഒഴുകിയെത്തുകയാണ്. മുല്ലക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക അരങ്ങുകൾ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്ത് അരങ്ങേറുമ്പോൾ മുല്ലക്കൽ തെരുവിലൂടെ 5 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന മുല്ലക്കൽ കടങ്ങാമ്പറമ്പ് റോഡിന്റെ ഇരുവശവും ധാരാളം വഴിവാണിഭക്കാർ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമായി തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി എത്തുമായിരുന്നു. കൗതുക ഉൽപ്പന്നങ്ങൾ, ഗൃഹ ഉപകരണങ്ങൾ, ആഡംബര വസ്തുക്കൾ, വ്യത്യസ്തതയുള്ള അലങ്കാര ഉൽപ്പന്നങ്ങൾ, അങ്ങനെ എന്തും ആലപ്പുഴ നഗരത്തിലെത്തിയാൽ കിട്ടുമായിരുന്നു. കുട്ടികളുടെ കളിക്കോപ്പുകൾ എല്ലാം ആലപ്പുഴയിൽ ലഭിക്കുമായിരുന്നു. ധാരാളം താൽക്കാലിക ഭക്ഷണശാലകൾ ഇതോട് അനുബന്ധിച്ച് ഉയരുമായിരുന്നു. നിറപ്പകിട്ടേറിയ ഹലുവയും അതുപോലെ തന്നെ പലതരത്തിലുള്ള മിഠായികളും ലഭിക്കുന്ന കടകൾ ധാരാളമുണ്ടായിരുന്നു. മുല്ലക്കൽ ചെറുപ്പിനെപ്പറ്റി ധാരാളം ഓർമ്മകൾ ഇന്നൊരു 50 വയസ്സ് പിന്നിട്ട ഓരോ ആലപ്പുഴക്കാരനും ഉണ്ടാവും. തെക്കേ ഇന്ത്യയിലെ ഖ്യാതി പെറ്റ ധാരാളം കലാകാരന്മാരുടെ സർഗ പ്രതിഭാവിലാസം കണ്ട ഒരു ഉത്സവകാലമാണ് മുല്ലക്കൽ ചെറുപ്പുകാലം. വീണ്ടും പഴമയിലേക്ക് തന്നെ എന്റെ മനസ്സ് പോവുകയാണ്. യൂറോപ്യൻ എഞ്ചിനീയറായ ഹ്യൂക്രോഫോർഡ് 1860 നിർമ്മാണം ആരംഭിച്ച് 1861 പ്രവർത്തനം തുടങ്ങിയ ഭാരതത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ആദ്യ വിളക്കുമരം കാലത്തിന്റെ സാക്ഷിയായി ഇന്നും നാവികർക്ക് ദിശാബോധം പകർന്നു നിലകൊള്ളുന്നു. 2012 150-ാം വർഷം സമുചിതമായി ആഘോഷിച്ച സന്തോഷ നിമിഷങ്ങളായിരുന്നു ആലപ്പുഴ ലൈറ്റ് ഹൌസിന്റേത്. തേക്ക് തടിയിൽ നിർമ്മിച്ച പിരിയൻ ഗോവണിയിലൂടെ 30 അടി ഉയരത്തിലെത്തി ആലപ്പുഴയുടെ ഒരു ആകാശ വീക്ഷണം ആർക്കും കാണാൻ കഴിയുന്നത് ഇന്നും ഒരു കൗതുകമാണ്. ഭരണാധിപന്മാരായ വലിയ ദിവാൻജി രാജാ കേശവദാസന്റെയും ധീരദേശാഭിമാനി ചെമ്പകരാമൻ വേലുത്തമ്പിയെയും ആലപ്പുഴക്കാർക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല. ഭൗമസൂചിക പദവി നേടിയ ആലപ്പുഴയിലെ ഉൽപ്പന്നങ്ങളായ ഏലവും ജിഞ്ചറും പെപ്പറും ഒക്കെ കയറ്റുമതി മേഖലയിൽ പേരെടുക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണകൂടം ഇവയ്ക്കൊക്കെ നൽകിയ പ്രോത്സാഹനം എപ്പോഴും ഓർമ്മ നിലനിൽക്കും. കൊല്ലം, കായംകുളം ഭാഗങ്ങളിൽ നിന്നുള്ള നാണ്യവിളകൾ പല്ലനയാറിലൂടെ കടന്ന് പള്ളാത്തുരുത്തി കടന്ന് ആലപ്പുഴ ചുങ്കം ഭാഗത്തെത്തുമ്പോൾ വരിയിൽ ഊഴം കാത്തു നിൽക്കുന്ന ധാരാളം കെട്ടുവള്ളങ്ങൾ കാണാമായിരുന്നു. ആലപ്പുഴ നഗരത്തിലേക്ക് കടന്നു വരുന്നത് കൊമേഴ്സ്യൽ കനാൽ എന്ന് പറയുന്ന കേവലം 4 കിലോമീറ്റർ മാത്രം തുറമുഖത്തേക്ക് എത്താൻ നീളമുള്ള ഒരു വലിയ കനാലിൽ കൂടിയാണ് ഈ കെട്ടുവള്ളങ്ങളൊക്കെ തുറമുഖ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആസൂത്രിതമായ ഒരു പട്ടണം. പല ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ജലപഥങ്ങൾ സമന്വയിച്ച് നഗരത്തിലെ കനാലുകളിലൂടെ തുറമുഖത്തെത്തുന്ന ഒരു രീതി. ഗ്രാമവും പട്ടണവും തമ്മിലുള്ള ഇഴപിരിയാനാവാത്ത ഒരു ആത്മബന്ധം നിലനിർത്തുന്ന ആ ഒരു സംസ്കാരമായിരുന്നു ആസൂത്രിത പട്ടണത്തിൽ അക്കാലത്തെ ദിവാൻമാർ നൽകിയിരുന്നത്. ഈ കൊമേഴ്സ്യൽ കനാലിന്റെയും വാടക്കനാലിന്റെയും ഇരു കരകളിലും നൂക്കത്താ ദൂരങ്ങളിൽ പരന്നു കിടക്കുന്ന പണ്ടകശാലകളിൽ കുരുമുളകും കൊപ്രയും കയറുമൊക്കെ ധാരാളമായി സംഭരിച്ചിരുന്നു. വല്ലഭദാസ് കാഞ്ചിയും രത്തിലാൽ ഡുംഗർഷീഷായും ഗാന്ധി സൺസും മറ്റും വ്യവസായ നിരയിലെ അവസാന കണ്ണികളാണ്. ആസ്പിൻ മാളും ധാര ആൻഡ് ഇസ്മായിലും വിശ്വകീർത്തി നേടിയ കയറ്റുമതി മുദ്രകളാണ് കൈവരിച്ചിരുന്നത്. ഗതകാല സ്മൃതിയിൽ ഇവയൊക്കെ മിന്നിത്തിളങ്ങുന്ന ചരിത്രമായി മാറുന്നു. ഗ്രാമങ്ങളെ പട്ടണങ്ങളുമായി കോർത്തിണക്കുവാൻ കഴിയുന്ന ജലപഥങ്ങളിലൂടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നഗരത്തിലെത്തിച്ച് അതിന് നല്ല വില നേടുവാൻ കഴിയുന്ന ഒരു സമ്പ്രദായം അക്കാലങ്ങളിൽ നിലനിന്നിരുന്നു. അതുപോലെ ഗ്രാമങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ട പട്ടിന്റെയും ചൈന ഉൽപ്പന്നങ്ങളായ പാത്രങ്ങളുടെയും അതുപോലെ തന്നെ വസ്ത്രശേഖരങ്ങളുടെയും ആധുനിക ഗൃഹോപകരണങ്ങളുടെയും ഒക്കെ വാങ്ങലും ആലപ്പുഴ പട്ടണത്തിൽ വന്ന് ഗ്രാമഭാഗങ്ങളിലേക്കുള്ളവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാണിജ്യപരമായ കൊടുക്കൽ വാങ്ങൽ നടന്ന ഒരു കാലഘട്ടം. ആലപ്പുഴയിലെ ചുങ്കം എന്ന പ്രദേശത്ത് ഈ കടന്നുവരുന്ന വള്ളങ്ങൾക്കെല്ലാം നിശ്ചിതമായ ഒരു കപ്പം കൊടുക്കേണ്ടി വന്നിരുന്നു. അത് ഈ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി നഗരത്തിലെ വാണിജ്യപരമായ സഞ്ചാരങ്ങൾക്ക് ഉതകുന്ന തോടിന്റെയും അതുപോലെ തന്നെ ഈ ജെട്ടികളുടെയും ഒക്കെ വികസനത്തിന് വേണ്ടി അക്കാലത്ത് ഉപയോഗപ്പെട്ടിരുന്നു. അങ്ങനെ ക്രാന്തദർശിത്വമുള്ള ഭരണാധികാരികളും അതുപോലെ തന്നെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില ലഭിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിക്കുന്ന ഉത്തരവാദിത്വത്തോടുകൂടി അവയെ കൊണ്ടുവന്നിരുന്ന വ്യാപാരികളുടെയും അവ അർഹമായ ബഹുമതികളോടുകൂടി അവർക്ക് ലഭ്യമാകുന്ന മൂല്യങ്ങൾ നൽകിക്കൊണ്ട് നഷ്ടം വരാത്ത രീതിയിൽ ക്രയവിക്രയങ്ങളെ നിലനിർത്തിയിരുന്ന വ്യാപാരികളുടെയും ലോക വിപണി മേഖലയിൽ ഓണാട്ടുകരയുടെയും കുട്ടനാട്ടിലെ ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ വില നേടിയെടുക്കുന്ന ചാതുര്യമുള്ള ബഹുസ്വരതയുടെ വണിക ശ്രേഷ്ഠന്മാരുടെയും ഒരു വലിയ നിര ഓർമ്മകളിൽ അവശേഷിക്കുകയാണ്. ഇന്നും ആലപ്പുഴ പ്രത്യാശയിലാണ്.
റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. റേഡിയോ ഗ്രാമരംഗം. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി GS. റേഡിയോ ഗ്രാമരംഗം.